അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ കോഴ്സിൻ്റെ 4ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തിരുസുന്നത്തുകളെക്കുറിച്ചും തിരുസുന്നത്തുകൾ എങ്ങനെ നമ്മൾ ഇത്തിബാഅ് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതെല്ലാം ജീവിതത്തിൽ മനസ്സറിഞ്ഞു പകർത്താൻ സ്നേഹനിധിയായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ കൂട്ടത്തിൽ നമ്മൾ നിത്യമായി ചെയ്യുന്നതും നമുക്ക് ചെയ്യാൻ ഏറെ എളുപ്പമുള്ള ഒന്നാണ് വുളൂ എന്നുള്ളത്. വൃത്തിയാക്കുക, ശുദ്ധിയാക്കുക എന്നീ അർത്ഥം വരുന്ന വളാഅത്ത് എന്ന പദത്തിൽ നിന്നാണ്, എന്ന ധാതുവിൽ നിന്നാണ് വുളൂഇനെ എടുക്കപ്പെട്ടത്. കേവലം ശാരീരികമായ വൃത്തി, ശുദ്ധി എന്നതിനപ്പുറം വുളൂ ഒരു വിശ്വാസിയുടെ ഹൃദയത്തെയാണ്, അകത്തെയാണ്, ഉള്ളിനെയാണ് ശുദ്ധിയാക്കുന്നത്. ഒരേ സമയം ശരീരത്തെയും ആത്മാവിനെയും അകവും പുറവും ശുദ്ധിയാക്കിയെടുക്കുന്ന, വെട്ടിത്തിളങ്ങിപ്പിക്കുന്ന ഒന്നാണ് പരിശുദ്ധമായ വുളൂ എന്നുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോടൊരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പ് ഒരു നദി ഉണ്ടായിരിക്കുകയും ഒരു പുഴ ഉണ്ടായിരിക്കുകയും അതിൽ നിന്ന് ദിവസവും 5 നേരം നിങ്ങൾ കുളിക്കുകയും ചെയ്യുന്നു, എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സ്വഹാബത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഏറെ ശുദ്ധിയുള്ളവരായി തീരും, ഏറെ വൃത്തിയുള്ളവരായി തീരും. അതുപോലെയാണ് വുളൂഉം നിസ്കാരവും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വുളൂഉം നിസ്കാരവും ഒരു മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിക്കുന്നതാണ്, അവനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നതാണ്. ലോകത്തെ എല്ലാ മതങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും വൃത്തിയെ, ശുദ്ധിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധമാകുന്ന ഇസ്ലാമിനെ, വിശുദ്ധമാകുന്ന ദീനിനേക്കാൾ ശുദ്ധിയും വൃത്തിയും പഠിപ്പിച്ച വേറൊരു മതവും പ്രത്യയ ശാസ്ത്രവും നമുക്ക് കാണാൻ സാധ്യമല്ല. അത്രമേൽ വൃത്തിയെ, ശുദ്ധിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധമാകുന്ന ദീൻ നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി തൗബ ചെയ്യുന്ന ആളുകളെയും പാപമോചനം നടത്തുന്ന ആളുകളെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹനിധിയായ റബ്ബിൻ്റെ, രക്ഷിതാവാകുന്ന റബ്ബിൻ്റെ, അള്ളാഹുവിൻ്റെ പ്രീതിയെ നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ, ഇഷ്ടം കൈവരിക്കണമെങ്കിൽ, അവൻ്റെ കൃപയെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നിരന്തരമായി ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ അള്ളാഹുവിനോട് ഖേദിച്ച്, ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യുകയും അതോടൊപ്പം വൃത്തിയും ശുദ്ധിയുമുള്ളവരായി തീരുകയും വേണം എന്നർത്ഥം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വുളൂ അതിന് പറ്റിയ ഒരു അമലാണ്. ദിവസവും 5 വക്ത് നിസ്കാരങ്ങൾക്ക് നാം നിർബന്ധിതരായി വുളൂ ചെയ്യുന്നവരാണ്. അതോടൊപ്പം ജീവിതത്തിൻ്റെ നാം ചെയ്യുന്ന പല ഘട്ടങ്ങളിലും നാം വുളൂ എടുക്കുന്നവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എല്ലാ നല്ല കാര്യങ്ങൾക്കും, ഏതൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും വുളൂ ഏറെ അനിവാര്യമാണ്. പിശാചിൽ നിന്ന്, ശപിക്കപ്പെട്ട പിശാചിൻ്റെ കെണിവലകളിൽ നിന്ന് മുഅ്മിനീങ്ങളായ നമുക്ക് രക്ഷപ്പെടാനുള്ള വലിയ പരിചയാണ്, മാർഗമാണ് വുളൂ എന്നുള്ളത്. ദേഷ്യം പിടിക്കുന്ന സമയത്ത്, കോപമിളകുന്ന സമയത്ത് നിങ്ങൾ വുളൂ എടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നമ്മളിൽ വരുന്ന ആ ദേഷ്യത്തെ, ആ പൈശാചിക സ്വഭാവത്തെ അണക്കുന്നതാണ്, കെടുത്തിക്കളയുന്നതാണ്
വുളു എന്നുള്ളത്. അത്രമേൽ പവർഫുള്ളാണ് വുളുഇൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ വുളുഇനെ പതിവാക്കാൻ, നിത്യമാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വുളു പതിവാക്കുന്ന ആളുകൾക്ക് 7 പ്രത്യേകതകളെ മഹാന്മാർ എണ്ണി എണ്ണി പറയുന്നുണ്ട്. മൻ ദാവമ അലൽ വുളുഇ അക്റമഹുല്ലാഹു ബിസബഇ ഖിസ്വാൽ. വുളുഇനെ നിത്യമാക്കുന്ന ആളുകൾ, ദായിമാക്കുന്ന ആളുകൾ, അവർക്ക് 7 ഖിസ്വാലുകൾ, പ്രത്യേകതകൾ, സവിശേഷതകൾ മഹാന്മാരായിരിക്കുന്ന ഉലമാ, പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതിൽ ഒന്ന്, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ വുളു ദായിമാക്കുന്ന വ്യക്തിയുമായിട്ട് സുഹബത്തിലാകാൻ, അവനോട് ചങ്ങാത്തം കൂടാൻ, അവനോട് എപ്പോഴും ഒട്ടി നിൽക്കാൻ, അവനോട് സൗഹൃദം സ്ഥാപിക്കാൻ, അവൻ്റെ കൂടെ നിൽക്കാൻ മലക്കുകൾ എപ്പോഴും ഇഷ്ടപ്പെടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ നമുക്ക് മലക്കുകളുടെ സുഹബത്ത് ലഭിക്കാനുള്ള ഒരു കാരണമാണ്, ഒരു സബബാണ് വുളു ദായിമാക്കുക എന്നുള്ളത്. രണ്ടാമതായി മഹാന്മാർ പറഞ്ഞു, നമ്മുടെ നന്മയുടെ ഏടിൽ നാം വുളുവിലായിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അതൊരു നന്മയായി, ഒരു ഹസനത്തായി, ഒരു സവാബായി നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ മലക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മൂന്നാമത് മഹാന്മാർ പറഞ്ഞു, നമ്മുടെ അവയവങ്ങളും നമ്മുടെ ശരീരത്തിലെ ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളും പാർട്സുകളും സദാസമയവും നമുക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും, നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും. നാലാമത് മഹാന്മാർ പറഞ്ഞു, വുളു ദായിമാക്കിയ ഒരാൾക്ക്, വുളു പതിവാക്കുന്ന ഒരാൾക്ക് ഇമാമിൻ്റെ കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുകയില്ല, ജമാഅത്ത് നഷ്ടപ്പെടുകയില്ല. അഥവാ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു, ജമാഅത്ത് ആരംഭിച്ചു, വുളു ദായിമാക്കിയ ആളുകളാണെങ്കിൽ, വുളു മുടങ്ങാത്ത ആളുകളാണെങ്കിൽ നേരെ ചെന്ന് വേഗം തക്ബീർ കെട്ടി നമുക്ക് ആ ജമാഅത്തിൽ തുടരാൻ, ആ ജമാഅത്തിൽ കൂടാൻ നമുക്ക് സാധിക്കും. അഥവാ അവിടെ നമുക്ക് റക്അത്ത് നഷ്ടപ്പെടുന്ന ഒരു പ്രവണത ഉണ്ടാവുകയില്ല. ഇത് വുളു ദായിമാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു മഹത്വമാണ്. ജമാഅത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ കൂടെ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ ഇമാമ് തക്ബീർ കെട്ടിയ തൊട്ടുടനെ തന്നെ തക്ബീർ കെട്ടാൻ സാധിക്കുക എന്നത് വലിയ മഹത്വവും പുണ്യവും പ്രതിഫലവും ഫളിലുമുള്ള കാര്യമാണ്. അത് നമുക്ക് വുളു ദായിമാക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമത് മഹാന്മാർ പറയുന്നു, ഒരാൾ വുളു എടുത്തുകൊണ്ട് ഉറങ്ങിയാൽ, ആ സമയത്ത് വുളു ദായിമാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഒരു മലക്കിനെ അയക്കുകയും ആ മലക്ക് എല്ലാ ശർറിൽ നിന്നും, ജിന്ന് ഇൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ശർറുകളിൽ നിന്ന് അവനിക്ക് വേണ്ടി ഹിഫ്ദിനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ പറയുന്നു. ആറാമത്, സഹലല്ലാഹു അലൈഹി സക്കറാത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന, മരണത്തിന്റെ നമ്പരം, മരണത്തിന്റെ ഭീകരത അവനിക്ക് എളുപ്പമാക്കി കൊടുക്കും. ഏഴാമത് മഹാന്മാർ പറയുന്നു, അവൻ സദാസമയത്തും അള്ളാഹുവിൻ്റെ അമാനിലായിരിക്കും. ഫി അമാനില്ല, എപ്പോഴും റബ്ബിൻ്റെ കാവലിൽ, റബ്ബിൻ്റെ പൊരുത്തത്തിൽ, റബ്ബിൻ്റെ സംരക്ഷണത്തിലായിരിക്കും വുളു ദായിമാക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 7 ഖിസാലുകളും, ഈ 7 സവിശേഷതകൾ, പ്രത്യേകതകൾ ജീവിതത്തിൽ കിട്ടുന്നവരിൽ, അത് നേടിയെടുക്കാൻ പറ്റുന്നവരിൽ അല്ലാഹു തആല നമ്മെല്ലാം ചേർത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ വുളു ദായിമാക്കുന്ന ആളുകൾക്കുണ്ട്. ഇൽമു പഠിക്കാനിരിക്കുന്ന സമയത്ത്, ഖുർആൻ ഓതാനിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത്, പഠിക്കാനിരിക്കുന്ന സമയത്ത്, ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലാനിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വുളു ഉണ്ടായിരിക്കൽ ഏറെ നല്ലതും ഏറെ അനിവാര്യവും പുണ്യവുമുള്ളതാണ്. ഒരാൾ രാത്രിയിൽ കിടക്കാൻ നേരം വുളു ചെയ്ത് തൻ്റെ വിരിപ്പിലേക്ക് പോയാൽ സുബഹി വരെ അവൻ്റെ റൂഹ് അള്ളാഹുവിൻ്റെ അർശിൽ സുജൂദിലായിരിക്കും, അവനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് വെറുതെ ഒരു നന്മയെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അപ്പം അതുകൊണ്ട് വുളു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. വുളു നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. തട്ടിക്കൂട്ടി പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആക്കി കഴിക്കേണ്ട ഒന്നല്ല വുളു എന്നുള്ളത്. വുളുവിൻ്റെ ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളും ചെറിയ പ്രായത്തിൽ തന്നെ മദ്രസകളിൽ നിന്ന് നാം പഠിച്ചെടുത്തവരാണ്. അതൊന്നുകൂടെ നോക്കിയെടുത്ത്
ആ ഫർദുകളും ഷർത്തുകളും ഒക്കെ ചെയ്യുന്നതോടൊപ്പം വുളൂഇന്റെ സുന്നത്തുകളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ വുളൂ. സമയമെടുത്ത് മെല്ലെ മിസ്വാക്ക് ചെയ്ത് ബിസ്മി ചൊല്ലി അങ്ങനെ ചിക്കയക്കേണ്ട ഭാഗങ്ങളൊക്കെ ചിക്കയാക്കി, ഒരച്ച് കഴുകേണ്ട ഭാഗങ്ങളൊക്കെ നന്നായി ഒരച്ച് കഴുകി, അങ്ങനെ നമ്മൾ വുളൂഇനെ സസൂക്ഷ്മം സുന്നത്തുകൾ പരമാവധി പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വുളൂ. അപ്പോൾ ആ വുളൂഇൽ നമുക്കൊരു ഇഖ്ലാസ്, ഒരു ഖുശൂഅ്, ഒരു ആത്മാർത്ഥത ലഭിക്കും. നമ്മുടെ വുളൂ എത്രത്തോളം ബെറ്റർ ആകുന്നുവോ അത്രത്തോളം നമ്മുടെ നിസ്കാരത്തിൽ നമുക്ക് ഖുശൂഅ് ലഭിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വുളൂ സുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഖുർആൻ ഓതുക, ഹദീത്ത് പഠിക്കുക, കേൾക്കുക, അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലുക, ഇൽമു പഠിക്കുക, പള്ളിയിൽ പ്രവേശിക്കുക, കിതാബ് എഴുതുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യുക, വെള്ളിയാഴ്ച ഖുതുബ കേൾക്കുക, ഇങ്ങനെ തുടങ്ങി ഉറക്കുന്ന സമയത്ത്, ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, കുളിക്കുന്ന സമയത്ത്, മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന സമയത്ത്, ഗ്രന്ഥങ്ങൾ, കിതാബുകൾ, പുസ്തകങ്ങളൊക്കെ ചുമക്കുന്ന സമയത്ത്, അറഫയിലും ജംറയിലും നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ ധാരാളം വുളൂ സുന്നത്തുകളുള്ള അവസ്ഥകൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളുണ്ട്. പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം പഠിച്ചെടുത്ത സുന്നത്തുകൾ അത് പരമാവധി നമ്മുടെ വുളൂഇൽ കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കണം. നല്ല മനസ്സാന്നിധ്യത്തോടെ ഖിബിലക്ക് മുന്നിട്ട് എൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരുക്കമാണ് വുളൂ എന്ന് മനസ്സിലാക്കി നാം വുളൂ ചെയ്യുക. നമ്മുടെ മുൻകൈ കഴുകുന്ന സമയത്ത് ഈ മുൻകൈ കഴുകുന്നതോടൊപ്പം എൻ്റെ ഈ കൈകളെ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകളാണ് എൻ്റെ ഈ കൈകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങി പോകുന്നത് എന്ന് നാം കരുതണം. മുഖം കഴുകുമ്പോൾ മുഖം കൊണ്ട് എനിക്ക് സംഭവിച്ചു പോയ തെറ്റുകളാണ് എന്നിൽ നിന്ന് ഈ തായോട്ട് ഉതിർന്നു വീഴുന്നത് എന്ന് നമ്മൾ കരുതണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അതുമൊത്തും ഇസ്തിൻഷാക്കുമൊക്കെ ചെയ്യുമ്പോൾ അശുദ്ധമായ ഞാൻ ശ്വസിച്ചതൊക്കെയും പുറം തള്ളുകയാണ് എന്ന് നമ്മൾ കരുതണം. കൈകളെ കൊണ്ട് കാലുകളെ കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകൾ എൻ്റെ ആ വുളൂഇന്റെ വെള്ളത്തോടൊപ്പം താഴേക്കിറങ്ങിപ്പോകുന്നു എന്ന് നമ്മൾ കരുതണം. ഇങ്ങനെ ഒരു ആത്മീയമായ സിറുകൾ ഉൾക്കൊണ്ടതായിരിക്കണം നമ്മുടെയൊക്കെ വുളൂ. വുളൂ കഴിഞ്ഞാൽ ഇരു കണ്ണുകളും കൈകളും ആകാശത്തേക്ക് ഉയർത്തി മനസ്സാന്നിധ്യത്തോടുകൂടെ വുളൂഇന്റെ ശേഷമുള്ള ദുആ ചൊല്ലി 3 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്തുൽ ഖദ്ർ നമ്മൾ പാരായണം ചെയ്യുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് നല്ല ഇഖ്ലാസ്, നല്ല ഖുശൂഅ് ആ വുളൂഇലും അതിനുശേഷം നമ്മൾ ചെയ്യുന്ന നിസ്കാരത്തിലും മറ്റ് അമലുകളിലുമൊക്കെ നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ തങ്ങളോട് ചോദിച്ചു, സ്വർഗത്തിൽ നിങ്ങളുടെ കാലിൻ്റെ ചവിട്ടടി ഞാൻ കേൾക്കുകയുണ്ടായി, എൻ്റെ മുമ്പിൽ നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി, ദഫന ഇലൈക, നിങ്ങളുടെ കാലിൻ്റെ ചവിട്ടടികൾ, ആ ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി. എന്താണ് സ്വർഗത്തിൽ അത്രമേൽ ഉന്നത സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം? സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിൽ എനിക്ക് അത്രമേൽ ഉന്നത സ്ഥാനം ലഭിക്കാനുള്ള കാരണം ഞാൻ എപ്പോഴെല്ലാം വുളൂ ചെയ്യുമോ അപ്പോഴൊക്കെയും വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ പതിവാക്കിയിരുന്നു. അത് ഞാൻ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടേയില്ല. വുളൂ ചെയ്യുന്ന സമയത്തിലൊക്കെയും ഒരു 2 റക്അത്ത് വുളൂഇന്റെ സുന്നത്ത് ഞാൻ പതിവാക്കിയിരുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം വെള്ളം അമിതമാക്കുന്നതിന്, വെള്ളം കൊണ്ട് ദൂർത്താക്കുന്നതിന്, വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നതിന് ഏറെ നമ്മൾ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പുഴയിൽ നിന്ന് വെള്ളം വുളൂ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 3 പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ അവയവങ്ങൾ കഴുകുന്നത് കണ്ടപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, എന്താണ് സഅദേ, നിങ്ങൾ വുളൂഇൽ നിങ്ങൾ ദൂർത്ത് കാണിക്കുകയാണോ, നിങ്ങൾ അധികമാക്കുകയാണോ? ആ സമയത്ത് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, നബിയെ വുളൂഇലും അങ്ങനെയുണ്ടോ? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പുഴയിൽ നിന്നും കടലിൽ നിന്നുമൊക്കെ വുളൂ എടുക്കുകയാണെങ്കിലും 3 പ്രാവശ്യത്തിലേറെ അധികരിപ്പിക്കരുത്, 3 പ്രാവശ്യത്തിന്മേൽ അവസാനിപ്പിക്കണമെന്ന്. ഇങ്ങനെ ഓരോ ചെറിയ മൈന്യൂട്ടായ വിഷയങ്ങളെ വരെ ഏറെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ വുളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂ ദായിമാക്കുന്നവരിൽ, വുളൂഇനെ പിൻപറ്റുന്നവരിൽ, വുളൂ കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ എങ്ങനെയാണ് അങ്ങയുടെ ഉമ്മത്തിനെ അങ്ങ് അറിയുക, തിരിച്ചറിയുക എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവരുടെ കൈകാലുകൾ വുളൂഇനാലുള്ള പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശത്താൽ ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
നമ്മുടെ ജീവിതത്തിൽ ഈ സുന്നത്തിനെ ജീവിതത്തിൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റാൻ, ഇതിന് സമയം കണ്ടെത്താൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂഅ് അതിൻ്റെ ആദാബുകളും അതിൻ്റെ സുന്നത്തുകളും പരിപൂർണമായി ഫർളുകളും ഷർത്തുകളും ഒക്കെ പാലിച്ച് കാമിലായ വുളൂഅ് ചെയ്ത് നല്ല രീതിയിൽ പിശാചിൻ്റെ കെണിവലകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാം പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതും കേൾക്കുന്നതുമൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, നാഫിയായ ഇൽമ് കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ഇഖ്ലാസോടെ നിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അമൽ ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും അത് പകർന്നു കൊടുക്കാനും നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.